നീ ഇത് പിടിച്ചേ. ഇടയിലെല്ലാം കള വീഴുക. മണിക്കുട്ടി, നമുക്കേ ഈ മുള രണ്ടു മൂന്നെണ്ണം വെട്ടിക്കളഞ്ഞാലോ? നോക്ക്, അതിൽ നിന്നാണ് ഇത് കൂടുതൽ ഇങ്ങനെ വീഴുന്നത്, കണ്ടില്ലേ? ആ ഇല വീഴുന്നു പറഞ്ഞിട്ട് അത്രയും എന്താ പറയാ നിഴലുള്ളത് അത് കാരണമാണ്. നിനക്കെന്നെ പണി, എപ്പോഴും നീയല്ലേ തൂക്കേണ്ടത്. അല്ല, ആ ഒരു മുള വെട്ടിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ എനിക്ക് വല്ല ഗുണമുണ്ടോ? അങ്ങനെയാണെങ്കിൽ മൊത്തം അങ്ങ് വെട്ടി കളയണം. ഓരോ വീട്ടുകാരെ പുതിയ വീട് പാലൊക്കെ ചെയ്യുമ്പോ എന്താ ചെയ്യണമെന്ന് അറിയോ? വലിയ വലിയ മരമായ സാധനം 15,000 20,000 കൊടുത്തിട്ട് കൊണ്ട് നടുകയാണ് ചെയ്യണം. നമ്മള് കഷ്ടപ്പെട്ട് നട്ട് വളർത്തിയെടുത്ത ചെടിയല്ലേ വെട്ടി കളയാന്ന് പറഞ്ഞല്ലേ? അങ്ങ് ചുമ്മാ പറയാ എളുപ്പം. പറഞ്ഞേ ഉള്ളു മണി. വേണ്ട, വെട്ടണ്ട. തൂത്ത് കളയാം. കറിയോ? കരിക്കുറ്റിയാ അല്ല, കറുകുറ്റി, കരിക്കലോ? ഒരു സാരി ഉണ്ടല്ലോ, നീ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു കരിക്കലം, കലംകാരി. വാങ്ങിച്ചോ? അതെ, അത് ഇന്നലെ സുമലത കൊടുത്തോണ്ടെന്നേ. ഇതൊരു രസമായിരുന്നറിയുമോ? എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞു. കേക്കട്ടെ. അഭിപ്രായം പറഞ്ഞു, കൊള്ളായിരുന്നാ? എനിക്കിഷ്ടപ്പെട്ടൊന്നുമില്ല, അത്ര വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു. എല്ലാരും കിടന്ന് രതീഷൊക്കെ പറയണ്ട്, രാംകുമാർ സാറൊക്കെ പറഞ്ഞു നന്നേ. എനിക്കിഷ്ടപ്പെട്ടൊന്നുമില്ല. അയ്യേ, ഒരു കാര്യം ചോദിക്കട്ടോ, മെനഞ്ഞാന്നേ സുകുമാരി മാമിയുടെ അവിടുത്തെ പരിപാടിക്ക് പോയപ്പോഴേ കല്യാണത്തിന് ഞാൻ എന്തോ ഇട്ടിരുന്നു? ഏത് കളർ സാരി? ചുരിദാർ സാരി മഞ്ഞയല്ലേ? വേണ്ട, കൂടുതൽ പറയണ്ട, പണി ഇറക്കട്ടെ. ചെല്ല്, പണി. നിനക്ക് ഇനിയിപ്പോ സംശയം തന്നെ. ഓ, സംശയം എന്താ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്തോന്ന് പറയണത്? ഞാൻ വെറുതെ ഇരിക്കണം നിങ്ങളെ സംശയിച്ചോണ്ടിരിക്കണ്ട. നിങ്ങൾ എന്ത് പറഞ്ഞാലും 2ാം വാക്കിന് ആ പെണ്ണിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടല്ലേ? ആണോ അല്ലയോ? അതെ, അവൾ എപ്പോഴും എന്റെ അടുത്ത് ഈ സംശയമൊക്കെ ചോദിക്കുന്നതും എന്റെ അടുത്തല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് പെട്ടെന്ന് ഓർമ്മ. പിന്നെ ആ സാരിയുടെ കാര്യം അത് പോട്ട് മണി, ഞാൻ പറയണില്ലെന്നാ എല്ലാം പറഞ്ഞ മനുഷ്യൻ വെറുതെ സമാധാനത്തിൽ സന്തോഷത്തിൽ നിന്ന് എന്റെ മനസ്സിലേക്ക് അനാവശ്യമായ ഒരു മൊത്തത്തിൽ കുളം കലക്കി വെച്ചപ്പോ സമാധാനല്ലേ നിങ്ങൾക്ക്? ആ പേര് പറഞ്ഞ എനിക്ക് വേവ് കയറുന്നു. ഞാൻ ഉറപ്പിച്ചു, നിനക്ക് ഈ പറഞ്ഞ സാരിയുടെ വരുന്നത് കലംകാരി പാഞ്ചേരും. പ്രിന്റ് പോരാ, ഒറിജിനൽ കലംകാരി. അതായത് പേനയിൽ മഷി ഇറച്ചിട്ട് അവിടുത്തെ നോർത്ത് ഇന്ത്യയിലുള്ള ആർട്ടിസ്റ്റൻസ് ഒക്കെ വരയ്ക്കുന്നത് അത് തന്നെ വേണം. എന്റെ മണിക്കുട്ടി, നീ എന്ത് പറഞ്ഞാലും അത് തന്നെ വാങ്ങിച്ചു. അത് 10,000 രൂപയാവും. അതിന് കുറഞ്ഞു കിട്ടൂലേ? കിട്ടൂല, പറഞ്ഞത് എനിക്ക് വേണ്ട. വാങ്ങിക്കാം. ഓ, അതിനെന്താ. പിന്നെ മണി, വേറൊരു കാര്യം പറയട്ടാ. ഓഫീസിൽ നിന്ന് എല്ലാരും കൂടിയേ എപ്പോഴും പറയാം രവി സാറിന്റെ വീട്ടിലോട്ട് പറഞ്ഞ, രവി സാറിന്റെ വീട്ടിലോട്ട്. അപ്പൊ ഞാൻ വരാൻ പറഞ്ഞു, എല്ലാരും കൂടെ വരുന്നുണ്ട്. അപ്പൊ നീ നല്ല രീതിയിൽ പെരുമാറണം എല്ലാവർക്കും. നീ ദേഷ്യമൊന്നും വെച്ചേക്കില്ലേ, സുമലതയൊക്കെ വരുന്നുണ്ട്. ആ പെങ്കൊച്ചി ഈ വീടിന്റെ നടവരെ പോലും ഞാൻ കേട്ടൂല. ഇതാ പറഞ്ഞ, ശ്രദ്ധിച്ച് നിക്കണ്ടേ? നീ വല്ലവരും ആലോചിച്ചോണ്ട് നിൽക്കണുണ്ട്. ആ പെണ്ണിന്റെ പേര് പറഞ്ഞ ഞാൻ വീഴും ഇവിടെ. ഞാൻ തള്ളിയിട്ടൊന്നും ആ പുല്ലില് വെള്ളം തെന്നി വീണതാണ്. നിങ്ങൾ വേണമെന്ന് വെച്ചാൽ എന്നെ മാനസികമായി തളർത്താൻ വേണ്ടിട്ടാണ് ആ പെങ്കൊച്ചിന്റെ പേര് എടുത്തിരുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. നീ ഇങ്ങനെയൊക്കെ പറയൂ, നിനക്കൊല്ല പറ്റിയ മണി? എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ പേടിച്ചു പോയി. ശ്രദ്ധിക്കണ്ടേ? അതുപോലെ ആ വിളിമ്പിലൊന്നും വന്ന് നിൽക്കരുത്. നീ ഇനി വെള്ളം ഒഴിക്കാനൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ കയറിയ വരാം. ഒന്നും പറ്റാത്ത നിങ്ങളുടെ ഭാഗ്യം. പറ്റിയിരുന്നെങ്കിൽ ആലോചിച്ച് ഞാൻ നിങ്ങളുടെ പറയണില്ല. എന്റെ മൂഡ് പോയിട്ടെ മനുഷ്യ. എന്ത് നല്ല സന്തോഷത്തിൽ നിൽക്കായിരുന്നു. അവരടുത്ത് പറഞ്ഞു, എല്ലാരും വരാൻ പറഞ്ഞു. അപ്പോഴേ അവര് വരുമ്പോ നീ ഒന്ന് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യണം. രാംകുമാർ സാർ കുഴപ്പമില്ല, വന്ന് നിലയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് സുമേന്ന് പറഞ്ഞ് പുറകെ വാലാട്ടി നടന്നു കഴിഞ്ഞുണ്ടല്ലോ, എന്റെ സ്വഭാവം ഏത് വഴിക്ക് മാറുന്നു എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പുറകെ നടക്കണം. നീ എന്തോന്ന് പറയുന്നത്? ആ പെങ്കൊച്ച് ഇവിടെ ഇല്ലാത്ത സമയത്ത് തന്നെ നിങ്ങൾ എന്നോട്, അത് എന്നോട് ഇത്രയും വഴക്കുണ്ടാക്കുന്ന, ആ പേരും പറഞ്ഞ വഴക്കുണ്ടാക്കുന്ന എന്നോട് അതിനെ പറ്റി പറയുമ്പോ തന്നെ സുമ. ഇതൊക്കെ നിന്റെ തോന്നലാണ്. അയ്യേ, സുമ ആര്? പറഞ്ഞു കൊടുത്ത തീർന്നു. കുറച്ച് മധുരം കൂടി പോയി കേട്ടോ മണി. തേയില വേണോ? മിക്സ് ചെയ്യാണ്ട് ഇവിടെ. വേണ്ട വേണമെങ്കിൽ എടുത്തോ. എന്തോന്ന് കൊച്ച ഇത്? ശ്രദ്ധിച്ച് നടക്കണ്ടേ? സോറി അച്ഛാ, ഞാൻ കണ്ടില്ല അമ്മ, ഞാൻ കണ്ടില്ല അമ്മ. പോട്ട് കുഴപ്പമില്ല. എടുത്ത് വെക്കാതെ എവിടെയെങ്കിലും നോക്കി നടക്കണം. ബെല്ലും ബ്രേക്കും ഇല്ലാതെ അങ്ങ് പോവാണ്. എന്തോന്ന് രവിയേട്ട, വെറുതെ കൊച്ചിനെ വഴക്ക് പറയണ്ട, നമുക്ക് ഫീൽ ആയി കാണും.
എന്തോന്ന് ഫീൽ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, ശ്രദ്ധിച്ച് നടക്കണമെന്നല്ലേ പറഞ്ഞു. വഴക്ക് പറഞ്ഞു, ഞങ്ങൾ അറിഞ്ഞോണ്ട് ചെയ്തല്ലോ. വിഷമമായിക്കാണോ? പിന്നെ തീർച്ചയായും വിഷമമായി. കാരണം ഇനിയിപ്പോ ഇന്നത്തെ ദിവസം ഒന്നും കഴിക്കൂല, മുഖം മുറിപ്പിച്ചോണ്ട് ഇവിടെ ഇരിക്കും. ഞാൻ അപ്പോൾ ദേഷ്യത്തിൽ പറഞ്ഞും പോയി. നീ വാ, നമുക്ക് അവളെ ഒന്ന് സമാധാനിപ്പിക്കാം. വാ തുടക്കാനോ വന്നിട്ട് പറഞ്ഞിട്ട് എനിക്ക് ഏത് നേരത്താണോ ഒന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്? ആണ്, ഉറപ്പാണെന്ന്. പിന്നെ എന്റെ മാമനെ കണ്ട എനിക്ക് അറിഞ്ഞൂടെ? ആ ഇല്ല, എത്തിയിട്ടില്ല. ഞാൻ വിളിക്കാവേ. മോളെ, മോക്ക് വിഷമായിപ്പോല്ലേ? അച്ഛനെ അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങ് പറഞ്ഞതാണ്. അത് മക്കൾക്ക് ഇത്ര ഫീൽ ആവുന്ന അച്ഛൻ വിചാരിച്ചില്ല. എന്തോന്ന് ഇപ്പൊ ദേഷ്യപ്പെട്ട മക്കളെ? ചായ തട്ടി തൂവിയപ്പോഴേ പെട്ടെന്ന് അച്ഛൻ ഷോക്ക്ഡ് ആയിപ്പോയപ്പോ ആ ഒരു റിയാക്ഷനിൽ അങ്ങ് പറഞ്ഞു പോയത്. അല്ലാതെ മക്കളോട് ദേഷ്യപ്പെട്ടതൊന്നും അല്ല കേട്ടോ. ഫീൽ ഒന്നും ഇല്ലല്ലോ. അതൊന്നും പ്രശ്നമൊന്നുമില്ല. മക്കള് വിഷമിക്കേണ്ടെന്ന് പറയാൻ വേണ്ടി വന്നതാണ് അച്ഛൻ. അതൊന്നുമില്ല. ഇല്ല, പ്രശ്നം എനിക്ക് ഫീൽ ആയില്ല എന്ന് ഞാൻ പറയായിരുന്നു. അവൾക്ക് കുഴപ്പമൊന്നുമില്ല. നീ പറഞ്ഞപ്പോ ഞാനും അങ്ങ് വിഷമിച്ചു. അല്ല, അവളൊന്ന് പെട്ടെന്ന് പോയപ്പോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ആ പേരും പറഞ്ഞ് പിണങ്ങിയിരിക്കും. നിന്റെയൊക്കെ സ്വഭാവമല്ലേ, എപ്പ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. പ്രശ്നമൊന്നുമില്ല, ഫീൽ ഒന്നും ആയി. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? അവള് ഹാപ്പിയാണ്. നീ വാ, ചുമ്മാ വാട്ടാ. ഹാപ്പി മാമ വല്ല എത്തിക്കഴിഞ്ഞാൽ എല്ലാ ഹാപ്പിയും പോവും. ആ ഹലോ, നേരത്തെ അച്ഛനും അമ്മയും കയറി വന്നു. ആ പറ, എന്തോ ഞാൻ പറഞ്ഞു തന്നെ? ആ ഇല്ല, എത്തിയില്ല. ആ മാമ വല്ല അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കാര്യം നോക്കണ്ട, ഓർക്കാൻ പോലും വയ്യ എനിക്ക്. ശരി, ഓക്കെ. ഇല്ല ഇല്ലേ, ഇതുവരെ മാമ ഇവിടെ എത്തിയില്ല. അല്ല ഇനി എന്റെ തോന്നലായിരിക്കോ? മാമനല്ലായിരിക്കോ? ഹലോ ഡി, മാമ വരുന്നടി. ഞാൻ പിന്നെ വിളിക്കാവേ. ആ മണിക്കുട്ടി ശ്രദ്ധിക്കണ്ടേ? കുക്കറൊക്കെ എടുക്കുമ്പോ നോക്ക്, പൊള്ളി ഇരിക്കുന്നു നോക്കൂ. അയ്യോ, ശ്രദ്ധിച്ചോണ്ടിരുന്ന ഞാൻ പിന്നെ അടുക്കളയിലോട്ട് കയറാതിരിക്കണം. വെപ്രാളപ്പെടുത്തിയിട്ടല്ലേ രാവിലെ നേരത്തെ പോണെന്ന് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയറ് എന്നാലും നീ അത് ശ്രദ്ധിക്കണ്ടേ? നിന്റെ കൈയല്ലേ പൊള്ളി. എന്നാലും ആലോചിക്കണം, ആവി കൊണ്ട് ഇത്രയും പൊള്ളി, പപ്പടം പൊള്ളിയത് പോലെ ഇരിക്കുന്നു. അളിയോ, ഈ വഴിയൊക്കെ മറന്നാ? ഇത്ര നാളായി. അല്ല, ഇങ്ങോട്ട് വന്നിട്ട് എത്ര നാളായെന്നല്ല ഓർമ്മയുണ്ടോ? ഒരു മാസം. ആ കണക്കൊക്കെ ഓർമ്മയുണ്ട്. ദിവസമായെന്നൊക്കെ ഉള്ളത്. തിരക്കായി പോയി, വീട്ടിൽ കുറെ പണിയുണ്ടായിരുന്നു. എന്തോ പണി? കൃഷിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നില്ലേ? കൃഷിയൊക്കെ പണ്ടേ ഉള്ളതല്ലേ? ആ, ഇത് പുതിയ കൃഷി തുടങ്ങിയാണ്. എന്തോ കൃഷി? അച്ഛൻ അന്ന് പറഞ്ഞു എവിടെ കറങ്ങാൻ പോയിരിക്കുന്നത്. അച്ഛനെ വിളിച്ചപ്പോ അച്ഛൻ പറഞ്ഞു മണിക്കോട്ട ഇവിടെ ഇല്ല, എവിടെ പോയെന്ന്. ഫോൺ വിളിച്ച എടുക്കൂല, തിരക്ക്. എന്തോ തിരക്ക് ഇത്ര? അത് വേറെ ഇച്ചിരി കാര്യങ്ങളുണ്ടായിരുന്നു. അത് പോട്ടെ. അല്ലയാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം, അങ്ങനെ പോകുന്നു. ബാങ്കൊക്കെ ജോലിയൊക്കെ സുഖമായിട്ട് പോകുന്നു. സുമലത എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഉണ്ട്, ഓഫീസിൽ ഉണ്ട് എല്ലാരും. ചേട്ടൻ വരെ ചോദിച്ചു തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കണം, ആ ഓഫീസിൽ അപ്പൊ നാട്ടുകാരൊക്കെ എന്തോന്നൊക്കെ ആയിരിക്കും പറഞ്ഞു വേണം. ചീത്തപ്പേരുണ്ടാക്കുമല്ലേ കുടുംബത്തിന് നിങ്ങൾ? നീ എന്തോ പറഞ്ഞ ഇത് മണിക്കൂട്ടം ചുമ്മാ ഇളക്കാൻ വേണ്ടി പറഞ്ഞ ഈ എരിതിൽ എണ്ണ ഒഴിക്കില്ല. എന്റെ അളിയൊന്നും അത്ര ശരിയായ കാര്യമല്ല. ശരിയായ കാര്യമില്ല. നിങ്ങൾ 24 മണിക്കൂർ സുമാന്ന് പറഞ്ഞിട്ടല്ലേ എന്റെ ചേട്ടൻ വരെ ചോദിക്കാൻ തുടങ്ങി. എന്റെ അളിയെ കാടിയായാലും മൂടി കുടിക്കണം. ഇവിടെ മൂടി കുടിക്കാൻ ഒന്നുമില്ല. മണി വിട് മണി. അതെ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ താമസിയാതെ ഞാൻ പെട്ടിങ് കിടക്കി എടുത്തോണ്ട് അങ്ങോട്ട് വരും കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെ വിശേഷങ്ങളായിരുന്നു, എന്തൊക്കെ പുകിലായിരുന്നു ഇവിടെ നടന്നത്. ഇതൊന്നും അറിഞ്ഞൂടാത്ത പോലെ പെരുമാറണ കല്യാണാലോചന, അത് തന്നെ ഏറ്റവും വലുത്. ആർക്ക്? നിനക്കോ? റിങ്കിക്ക്. റിങ്കിക്ക്
അതെ, അച്ഛൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അച്ഛൻ ഞങ്ങളെ കുറ്റപ്പെടുത്തിയത് ഞങ്ങൾ നടത്തുന്നില്ലെന്ന്. ഇവിടെ ആലോചന എന്ന് പറയുമ്പോഴേ അവള് ബഹളം തുടങ്ങും. അത് മുടക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും നമുക്ക് അറിഞ്ഞൂടാതിരിക്കും. പിന്നെ തന്നെ മുടങ്ങി പോവില്ല. അയ്യോ ആ സത്യം. എന്തോ ഏട്ടാ നോക്കുന്നേ? ഒന്നുമില്ല. അവിടെ പിന്നെ കൃഷിയൊന്നും വലിയ ഗുണമൊന്നും ഇല്ലടിയാ, വലിയ ഗുണമൊന്നുമില്ല. അപ്പൊ പിള്ളേരെന്തി? റിങ്കി ഇവിടെ ഉണ്ട്, അവള് പാറകളെ പോയി. പിങ്കിയോ? അത് രാമൻ വന്നിരുന്നേ, അപ്പൊ അവന്റെ കൂടെ അവൾ അങ്ങോട്ട് പോയി. ആരെ? രാമന്റെ കൂടെ പോയി പാറകളെ. റിങ്കി മേളിലുണ്ടല്ലേ? ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ ചായ എടുത്ത് വെക്കാവേ. അളിയാ പിന്നെ എന്തോന്നു നീ ആ വാക്ക് പറയുന്നുണ്ടെങ്കിൽ നോക്കിക്കോ. എനിക്ക് ആ പേര് കേൾക്കും പെരുമാറി വല്ലാൻ വരും. ചുമ്മാ എല്ലാരും കൂടെ എന്നെ ഇട്ടള. മണിക്കുട്ടി എന്തു പറ്റി? മുഖം വല്ലാണ്ടിരിക്കുന്നില്ലേ? ദേഷ്യം പോലെ. ഇടയ്ക്കേ വേറെ എന്തോ വിഷയമൊക്കെ അങ്ങനെ ആലോചിക്കണ പോലെയൊക്കെ എനിക്ക് തോന്നി. ടെൻഷൻ വല്ലതുണ്ടോ? സാധാരണ വന്നു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളെ പോലെ തുള്ളിച്ചാടി നടക്കുന്നതാണ്. ചേട്ടാ അതെ, അവളിവിടെ ഇല്ല. എല്ലായിടും നോക്കിയോ? ഇല്ല. അവള് മോളിലുണ്ടായിരുന്നല്ലോ. നീയല്ലേ ഇതൊക്കെ നോക്കേണ്ടത്? പ്രായ പെങ്കൊച്ച അന്റെ തള്ളയാ നോക്കേണ്ടത്. അവൾ എവിടെ പോകുന്ന? അവൾ എങ്ങും പോയിട്ടില്ല, ഇവിടെ കുറച്ചു മുമ്പ് മേലുണ്ടായിരുന്നു. ഞങ്ങളിപ്പോ കണ്ടല്ലോ ചേട്ടൻ ജസ്റ്റ് മുന്നേ പോയി സംസാരിച്ചല്ലേ ഉള്ളൂ. ഒരു കാര്യം, അളിയന്റെ മൊബൈൽ ഇരിക്കല്ലേ, അവളെ ഒന്ന് വിളി. എടുക്കണ്ടേ? ആ മക്കളെ, റിങ്കിമോളെ നീ എവിടെ? ജിമ്മില്ല? അത് പെട്ടെന്ന് ജിമ്മില്? ആ നീ പറയാതെന്ന് പോയത്? ക്ലയന്റ് മാമ ഉണ്ട്. അളിയിന്ന് പോവൂ? ഇല്ല, മാമ ഇന്നൊന്നും പോവില്ല, ഇവിടെ ഉണ്ടാവും. അല്ല അവള് ചോദിക്കും. നീ ഇങ്ങോട്ട് വാ പെട്ടെന്ന്. എന്തോന്ന് മക്കളെ, പോയപ്പോ പറഞ്ഞിട്ട് പോണ്ടേ? ഞങ്ങൾ ഇവിടെ എല്ലാം നിന്നെ നോക്കി. ക്ലയന്റ് വാ, മാമന് എന്തോ കാര്യം പറയണ്ടെന്ന്. പെട്ടെന്ന് വാ മോളെ. കട്ട് ചെയ്തു. അതെ, ഏതൊരു ക്ലയന്റ് വന്ന് അത്യാവശ്യമായിട്ട് മീറ്റ് ചെയ്യണം. ഞാൻ അങ്ങോട്ട് പോയിരിക്കും. വീട്ടുകാരോട് പറയാത്തന്നെ ഇറങ്ങി പോണത്. മണി അവളെ പെട്ടെന്ന് വിളിച്ചപ്പോ പോയതായിരിക്കും. ക്ലയന്റിന്റെ കൂടെ പോയിരിക്കുന്ന ക്ലയന്റ് അത് അങ്ങനെ ഇടയ്ക്കൊക്കെ അവള് നീ വാ മണി. മണിക്കൂട്ടാ ദൈവമേ, ഇന്ന് മാമ ഇവിടുന്ന് പോണ ലക്ഷണമില്ലല്ലോ. ആ പെണ്ണുണ്ടായിരുന്നെങ്കി എന്ത് ചെയ്യും ഞാൻ? നിന്റെ ക്ലയന്റ് മീറ്റ് ക്ലയന്റ് മീറ്റാണോ? ഇവിടെ പോന്ന് എവള് പോയെങ്കിലല്ലയോ വരുന്നത്. എവള് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. വിളിച്ചപ്പോ നീ ജിമ്മിലെന്നല്ലേ പറഞ്ഞേ? ആ ജിമ്മ്. മാമ എന്തിനാ ദേഷ്യപ്പെടുന്നത്? എന്താ പ്രശ്നം? അളിയാ ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് എന്തോ പ്രശ്നം? നീ എന്തോ ഒപ്പിച്ചേ? എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം മാമ നിന്നെ അടിക്കാൻ പറ്റില്ല. കാര്യം പറയണേ. പറ എന്താ അളിയാ? എന്താ കാര്യം പറയുന്നുണ്ടോ? പെങ്ങളെ പതുക്കെ സംസാരിക്കും. ചുറ്റും വീട്ടുകാരാ, അവർക്ക് കേൾക്കും. അതൊക്കെ പറഞ്ഞാൽ മതി. ഞാൻ മണിക്കൂട്ടാ റിങ്കി മോളെ. മണിക്കൂട്ടാ അളിയാ, മണിക്കൂട്ടാ നിക്ക് നിക്ക്. അളിയാ എന്താ കാര്യം? അളിയാ എന്തോ കാര്യം പറഞ്ഞാലല്ലേ ഞങ്ങക്ക് മനസ്സിലാവുള്ളൂ. കാര്യം ഞാൻ പറഞ്ഞുതരാം. നേരെ തുടങ്ങിയിട്ട് കഥ അറിയാതെ ആട്ടം കണ്ട്. അളിയാ ഞാനേ ഇങ്ങോട്ട് വരാൻ വേണ്ടി നമ്മുടെ ആ ജംഗ്ഷനിൽ ബസ് ഇറങ്ങിയായിരുന്നു. ബസ് ഇറങ്ങി ആ ഫുട്ബോളിൽ നിന്ന് കാല് താഴോട്ട് വെക്കാനും
എന്നും പറഞ്ഞിട്ട് ഒരു മോട്ടോർ സൈക്കിള്. അയ്യോ മോട്ടോർ സൈക്കിൾ അല്ലേ മാമ, ഡ്യൂക്ക് ഡ്യൂക്ക്. ബൈക്ക് പോയി, ബൈക്ക് പാഞ്ഞു പോയി. അതിന് തൊട്ടുപുറകെ വീണ്ടും ഒരു എന്നും പറഞ്ഞിട്ടൊരു മോട്ടോർ സൈക്കിൾ. ഡ്യൂക്ക് ഡ്യൂക്ക്, അത് ഡ്യൂക്കായിരുന്നു. അതിന്റെ തൊട്ടുപുറകെ വീണ്ടും ഒരു ഡ്യൂക്ക് ഡ്യൂക്ക് പാഞ്ഞു പോയി. കുറെ പയ്യന്മാരുണ്ട് റോഡിൽ ശല്യമായിട്ട്. അത് പാഞ്ഞു പോയപ്പോഴേ നാട്ടുകാർക്ക് ഇങ്ങനെ സൂക്ഷിക്കാതെ നിൽക്കുക. അതെ അത് തന്നെ. ഞാനടക്കം ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കുകയാളിയാ. അതിനിടയില് ആ ഫ്രണ്ടിൽ പോയത് വണ്ടി സ്കിഡ് ചെയ്ത് തലയും കുത്തി വീണ്. അങ്ങനെ തന്നെ വേണം. ഭയങ്കര അഹങ്കാരാണ് ഇവന്മാർക്ക്. റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അവന്മാരെ സ്വന്തം വീട്ടിൽ എഴുതി വെച്ചേക്കണ പോലെയാണുള്ള പെരുമാറ്റമാണ്. ഞാനൊരു ദിവസം കണ്ടു ഇതുപോലെ കുറെ പയ്യന്മാര് തലയും കുത്തി വീണപ്പോഴേ ഞാനടക്കം നാട്ടുകാരെ അവനെ രണ്ട് പൊട്ടിക്കാൻ വേണ്ടി അടുത്തോട്ടി എന്ന് മറന്നിങ്ങനെ കിടക്കുക. ഹെൽമെറ്റും ഒക്കെ ഇട്ടോ കൊടുത്തല്ലെന്ന്. ഹെൽമെറ്റ് അങ്ങോട്ട് തുറന്നു നോക്കിയപ്പോ ആരാ കിടക്കുന്നത്? ഇവളുണ്ടായിരുന്നോ ബൈക്കില്? ഇവളുണ്ടായിരുന്നല്ല, എവളാ ഓടിച്ചിരുന്നത്. എവള് തന്നെന്ന് ആൾക്കൂട്ടരുടെ എന്റെ തല കണ്ടതും എവള് ഹെൽമെറ്റും കളഞ്ഞിട്ട് തൊട്ടു പുറകെ വന്ന ഒരു മോട്ടോർ സൈക്കിളിന്റെ പുറകെ കയറി അവളാണ്. മോട്ടോർ സൈക്കിൾ അല്ലേ മാമ, ഡ്യൂക്ക്. നീ ബൈക്ക് ഓടിച്ചോ? അത് കണ്ട ഉടനെ തന്നെ അതിന് പുറകെ വേറൊരു മോട്ടോർ സൈക്കിൾ. എന്തെങ്കിലും ആട്ടെ, അതിന്റെ പുറകെ കയറി ഞാനും പുറകെ വിട്ട്. അങ്ങനെ ഞാൻ ഇവിടെ തൊട്ട് പുറകെ ഇവിടെ വന്ന് കയറിയത്. നീ ബൈക്ക് ഓടിച്ചാ? ബൈക്കല്ല ഡ്യൂക്ക്. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോളെ നീ കാര്യം പറ, സത്യം പറ. എന്താണ് സത്യം പറ, എന്താ സംഭവിച്ചത്? മോളെ നീ വീണിട്ട് വല്ലതും പറ്റിയ മക്കളെ? ഒന്നും പറ്റിയില്ല. പാഡും പിന്നെ ഹെൽമെറ്റ് ഒക്കെ ഉണ്ടായിരുന്നൊന്നും പറ്റിയില്ല. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ ബൈക്ക് പോലും ഓടിക്കരുതെന്ന്? പറഞ്ഞിട്ടുണ്ടോ ഇല്ല ചേതൊക്കെ പോലും? അന്നാൾക്ക് ഫ്രണ്ടിന്റെ ബൈക്ക് ഓടിച്ച് ഒരുത്തരെ കൊണ്ട് ഇടിച്ചിട്ട് എന്നിട്ട് അയാൾ പൈസ ചോദിക്കാൻ ഇവിടെ വന്നു. വണ്ടി എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? അനുസരണ കട കാണിച്ചെന്തിനാ പറയടി. സോറി അമ്മ. മോളെ അതെ ചെയ്തതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ റോഡിൽ ഇതൊന്നും ചെയ്യരുത്. പബ്ലിക് റോഡിൽ അത് മറ്റുള്ളവരും കൂടെ അപകടമാണ്. പിന്നെ ഇതേ വല്ല ഗ്രൗണ്ടിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല മോളെ. അച്ഛനല്ലേ പറഞ്ഞത് എല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം, ഹാർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ. ഞങ്ങൾ അതന്നെയല്ലയോ നിന്നെ കുസ്തിക്ക് വിടുന്നത്, നിനക്ക് ഇഷ്ടമുള്ള സ്പോർട്സിനെ എല്ലാം വിടുന്നത്. അതുകൊണ്ടല്ലേ? അല്ല ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? ആണോ? അതുകൊണ്ടാണ് ഞാൻ ഈ റിസ്ക് ഉള്ള കാര്യം. അല്ല പക്ഷെ ഇത്തരം റിസ്ക് പാടില്ല. ഒരു കാര്യം പറയട്ടെ, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങൾ എതിര് നിൽക്കണം, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പാരന്റ്സ് അല്ല. പക്ഷെ ഇതൊക്കെ ഉണ്ടല്ലോ, നിനക്ക് മാത്രമല്ല റോഡിൽ കൂടെ പോകുന്ന സകല ആൾക്കാർക്ക് അപകടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ഒരു പാഷൻ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയ കാര്യമില്ല. ഇതൊക്കെ അഹങ്കാരമാണ് മക്കളെ, ഓവർ സ്പീഡിൽ പോവാന്നുള്ളത്. അമ്മ ഞാൻ ഇത് ഫസ്റ്റ് ടൈം അല്ലേ ഓട്ടിക്കുന്നേ, അതുകൊണ്ട് ഒന്ന് സ്കിഡായി, അല്ലാതെ വേറെ ഒന്നുമല്ല. ഞാൻ എത്ര തവണ അച്ഛനോട് പറഞ്ഞു എനിക്കൊരു ബൈക്ക് മേടിച്ചു തരാൻ, എനിക്ക് ഈ ഗതി വരുമായിരുന്നു. മോളെ അതൊക്കെ വാങ്ങിച്ചു തരാം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. അച്ഛൻ പറഞ്ഞില്ല റോഡിൽ ഒരിക്കലും ചെയ്യരുത് അത് കേട്ടോ. നിന്റെ ഇഷ്ടത്തിന് ഇവിടെ ആരും എതിരില്ല. മാമനും അമ്മയും അച്ഛനും ഒക്കെ കൂടെ നിന്നോളാം. പക്ഷേ ശ്രദ്ധിക്കണം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതെ, ട്രാഫിക് വിരുദ്ധമായിട്ട് ഉണ്ടാക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ ഇത് ചെയ്തത്. ഒരു ബോധവൽക്കരണത്തിന് വേണ്ടി ചെയ്തതാണ്. എന്തോന്ന് ബോധവൽക്കരണം? ഫ്ലാഷ് മോബിന് വേണ്ടിട്ട് ചെയ്തത്. ഇത് മൂലം ഉണ്ടാകുന്ന അപകടത്തെ കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തത്. പക്ഷെ അതിനിടയ്ക്ക് കയറി അങ്ങ് സ്കിഡായി, ഞങ്ങളുടെ എല്ലാ പ്ലാനും ഫ്ലോപ്പായി. അതിന്റെ ഇടയ്ക്ക് മാമനും വന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യും? അവിടെ നിന്ന് രക്ഷപ്പെടണോ അവിടെ നിൽക്കണോ? ട്രാഫിക് ബോധവൽക്കരണത്തിന് വേണ്ടി നിയമം ലംഘിച്ചുകൊണ്ടാണോ ഫ്ലാഷ് മോബ് നടത്തേണ്ടത്? ഇതൊക്കെ അപകടമായിട്ടുള്ള കാര്യമാണ്. അതെ, ഒരു കാര്യം പറയട്ടെ, വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി പോകുമ്പോ ഉണ്ടല്ലോ സേഫ് ആയിട്ട് തിരിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ഇനി നീ ഇറങ്ങി പോകുമ്പോ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവുമോ? സോറി അമ്മ, സോറി അച്ഛ, സോറി മാമ. ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല ഇങ്ങനെ ചെയ്ത്. സോറി. ഒരു ബോധവൽക്കരണം നടത്തി നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ചെയ്തതാ. പക്ഷെ ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മോളിത് എങ്ങനെ പഠിച്ച്? സ്റ്റാൻഡിങ് അതോ ബൈക്ക് സ്റ്റണ്ട് അങ്ങനെ ചോദിച്ചാ എനിക്ക് അറിഞ്ഞൊന്നും കൂടാ. പിന്നെ എന്റെ ഫ്രണ്ട്സ് എല്ലാരും കൂടി എന്നെ കളിയാക്കി, നിന്നെ കൊണ്ട് ഇത് പറ്റൂലെന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് പറ്റിച്ച് കാണിച്ചു കൊടുക്കണമല്ലോ, അങ്ങനെ ചെയ്തതാണ്. അങ്ങനെയാണോ?
എന്ത് മാമ എനിക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടാണോ? പണ്ട് കുഞ്ഞുനാളിൽ എനിക്കൊരു കാലി സൈക്കിൾ ഉണ്ടായിരുന്നേ. അത് ഞാൻ ഒറ്റ വീല് ഇങ്ങനെ പൊക്കി ഇങ്ങനെ സ്പീഡിൽ പോകുമായിരുന്നു. അതുപോലെ എനിക്ക് വലിയ കാര്യമാണ്. എനിക്കൊന്ന് പഠിക്കാൻ പറ്റൂ? അതൊന്നും പഠിക്കാൻ പറ്റാത്ത? അതൊക്കെ പഠിക്കാൻ പറ്റും. എനിക്ക് സ്വന്തമായിട്ടൊരു ഡ്യൂക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ എന്തൊക്കെ മത്സരത്തിന് പങ്കെടുത്തേനെ. ആണോ? അപ്പം മോട്ടോർ സൈക്കിൾ ഉണ്ടെങ്കിൽ നിനക്ക് മത്സരത്തിൽ പങ്കെടുക്കാവോ? മോട്ടോർ സൈക്കിൾ അല്ല മാമ, ഡ്യൂക്ക്. ഡ്യൂക്ക് എന്നാ ഞാൻ ഓക്കെ ഒരു ഡ്യൂപ്പ് വാങ്ങിച്ചു തരാം. ഡ്യൂപ്പ് അല്ല മാമ, ഡ്യൂക്ക്. ഡ്യൂക്ക് വാങ്ങിച്ചു തരാം. പക്ഷെ ഒരു കാര്യം, എന്ത്? നീ എനിക്ക് ഉറപ്പ് തരണം. ഡ്യൂക്ക് വാങ്ങിച്ചു തന്നാ അതുകൊണ്ട് പോയി അപകടമൊന്നും വരുന്നത് ഇല്ല മാമ. ഉറപ്പാണല്ലോ? ഉറപ്പ്. പ്രോമിസ്. പ്രോമിസ് ആണല്ലോ? എന്നാ എനിക്ക് വാങ്ങിച്ചു തരും. വാങ്ങിച്ചു തരൂ. എപ്പോ വാങ്ങിച്ചു തരും? വെള്ളിയാഴ്ച. ഏത് വെള്ളിയാഴ്ച? എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ഉണ്ടല്ലോ മോളെ. മാമ ദിസ് ഈസ് ചീറ്റിംഗ്. വാങ്ങിച്ചു തരുന്ന ഡ്യൂക്ക്. വാങ്ങിച്ചു തരാം.